പൊന്നാനിയിൽ പ്രതീക്ഷയോടെ ഇടതുമുന്നണി. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കിയെങ്കിൽ ഇത്തവണ ജയം ഉറപ്പിക്കുകയാണ് ഇടതു ക്യാമ്പ്. പൊതുസ്വതന്ത്രനെ തന്നെയാകും ഇത്തവണയും പൊന്നാനി പിടിക്കാൻ LDF രംഗത്തിറക്കുക. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച പൊന്നാനി മണ്ഡലത്തിൽ 2009 മുതലാണ് സ്വതന്ത്രനെ രംഗത്തിറക്കി ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തുടങ്ങിയത്. ഏതു വിധേനയും ജയിച്ചേ തീരൂ എന്ന നിലയിൽ പൊതുസമ്മതനെയാണ് ഇടതുമുന്നണി പൊന്നാനിയിൽ പരീക്ഷിക്കുന്നത്. അതുകൊണ്ടുതന്നെ കഴിഞ്ഞ തവണ ഭൂരിപക്ഷം 25,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമായി ചുരുക്കാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. 2014-നേക്കാൾ വിജയസാധ്യതയാണ് ഇടതുപക്ഷം ഇത്തവണ പൊന്നാനിയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച വി അബ്ദുറഹ്മാൻ MLA പങ്കുവയ്ക്കുന്നു. യുടെ ഭൂരിപക്ഷത്തിന് ഇടിവ് മാത്രമല്ല, മുഹമ്മദ് ബഷീർ ആയാലും മുസ്ലിം ലീഗ് ആയാലും തോൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. മണ്ഡലങ്ങളുടെ തിരിച്ചുള്ള കണക്ക് പ്രകാരം 1000-ലധികം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ പൊന്നാനി നിൽക്കുന്നത്. അതിലൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ വിജയിച്ചു പോയ MLAമാരായാലും സർക്കാർ കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, മറ്റുള്ള റോഡുകളുടെ നവീകരണം, പാലങ്ങളുടെ നവീകരണം, ഞാനത് പറയാൻ, സ്കൂളുകൾ, വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ, ആശുപത്രി, ആരോഗ്യരംഗത്തുള്ള മാറ്റങ്ങൾ, ലൈഫ് പദ്ധതിയിൽ വരാൻ പോകുന്ന വലിയ മാറ്റങ്ങളെല്ലാം ജനങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് അതാണ്. ഈ നാട്ടിൻ്റെ വികസനമാണ് അവരാഗ്രഹിക്കുന്നത്. തീരദേശ നിയോജക മണ്ഡലങ്ങൾ പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമാണെങ്കിലും UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കടുത്ത മത്സരം കാഴ്ചവെച്ചാൽ അനായാസം വിജയിച്ചു കയറാമെന്നാണ് ഇടതു ക്യാമ്പിന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെങ്കിലും പൊതുസമ്മതനെ തന്നെയായിരിക്കും ഇത്തവണയും പാർട്ടി പരീക്ഷിക്കുക. വിവിധ മുസ്ലിം സംഘടനകളെ കൂടെ നിർത്താനും LDF ശ്രമിക്കും. അഹമ്മദ് മുജ്തബ, മീഡിയ 1, മലപ്പുറം.